കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായി. അതിൽ 5 മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ വൈദ്യുതി കേബിളുകളും പാനലുകളും ഇപ്പോൾ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. പ്രവൃത്തി 3 ആഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, 3 ആഴ്ചക്കകം ഈ പ്രവൃത്തി പൂർത്തിയാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. തിങ്കളാഴ്ച മുതൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അഭിലാഷ്, ഈ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവരും ഒപ്പം തന്നെ വ്യാപാരികളും ഇന്നൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അതായത് തീപിടുത്തത്തിന് കാരണമായി ഷോർട്ട് സർക്യൂട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിടത്തിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിൽ തുടങ്ങാനുണ്ടായ കാരണം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈദ്യുതി പാനലുകളും വയറിംഗും ഉൾപ്പെടെയുള്ളവ മാറ്റിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാനൽ കോർപ്പറേഷൻ മാറ്റിവെച്ചു കൊടുക്കും. വൈദ്യുതീകരണം, വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടയുടമകൾ ലൈസൻസുകൾ നൽകണമെന്നാണ് ഏർപ്പാടാക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 3 ആഴ്ചക്കകം ഇതിൻ്റെ പ്രവർത്തികൾ പൂർണ്ണമാക്കും. ഒപ്പം തന്നെയാണ് ഈ കത്തിയ ബിൽഡിങ്ങിലെ ആ ഫ്ലോർ 1-ാം നില ഒഴികെയുള്ള മറ്റ് കടകൾ തിങ്കളാഴ്ചക്കകം തുറന്ന് പ്രവർത്തിക്കാൻ, തിങ്കളാഴ്ചയോടുകൂടി തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി അവിടെയുള്ള വേസ്റ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇക്കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതായത് ഈ കെട്ടിടത്തിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കെട്ടിടത്തിൽ തീ അണയ്ക്കാൻ ഇത്രയും വൈകിയതിന് കാരണം അവിടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ വിപുലീകരണ പ്രവർത്തനങ്ങളും അതിൽ കോർപ്പറേഷൻ നൽകിയ ഒത്താശയും ഒക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഈ ഇരുവരും, വ്യാപാരികളും ഈ കോർപ്പറേഷനും ഒക്കെ ഒരുമിച്ചിരുന്ന് നടത്തിയ ചർച്ചയിൽ ആ കാര്യം ചർച്ചയാവുകയോ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പുതുക്കി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കടകൾ തുറക്കണം, കാരണം സാധാരണക്കാരായ കുറെ ആളുകളുടെ ജീവനോപാധിയാണ്. പക്ഷേ തുറക്കുമ്പോൾ കൃത്യമായ ഫയർ ഓഡിറ്റിംഗ്, ഫയർ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം തുറക്കൽ.